ശ്രീ ഡീൻ കുര്യാക്കോസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എടുത്ത് നമുക്ക് വരാം. ഡീൻ കുര്യാക്കോസ്, ഈ സംഭവം നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു താങ്കൾ. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന നിയമ പോരാട്ടങ്ങളിലൊക്കെ അതിന് നേതൃത്വം നൽകി കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഒടുവിൽ വന്ന ഈ വിധിയോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും വൈകാരികമായിട്ടാണ്. ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ കൃപേഷും ശരത്ലാലും എരിഞ്ഞടങ്ങിയ മണ്ണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ മണ്ണിൽ ഇന്നത്തെ ദിവസം എത്തുക എന്നുള്ളത് എൻ്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ ഏറ്റുവാങ്ങിയ 2 മൃതശരീരങ്ങൾ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഇത്രയും ക്രൂരമായ ഈ കൊലപാതകം, ആ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും ഇപ്പോൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു. അവർ ശിക്ഷിക്കപ്പെടുന്നു. മാതൃകാപരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് ഇതിനെ ഇപ്പോൾ കേരളീയ സമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, ഭരണകൂടമാണ് ഈ കേസ് തേച്ചുമാച്ച് കളയാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രി അടക്കം ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെതാണ് ആഭ്യന്തര വകുപ്പ്. അപ്പോൾ ആ ഒരു തരത്തിൽ ഈ പ്രതികളെ മുഴുവൻ രക്ഷപ്പെടുത്താൻ, ഗൂഢാലോചന ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചതിനുള്ള ഒരു തിരിച്ചടിയാണ് ഈ വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഈ നാട് ഒന്നാകെ വൈകാരികമായി പ്രതികരിച്ചതാണ്. കേരളത്തിൽ അന്ന് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതിഷേധം എന്ന് വെച്ചാൽ ഹർത്താലിൻ്റെ രൂപത്തിലാണ് നടത്തിയത്. 100-100-ലധികം വരുന്ന കേസുകളാണ് ഞങ്ങൾക്കെതിരെ എല്ലാം കേരളത്തിൻ്റെ ഭരണകൂടം ചാർത്തിയത്. ഏതെല്ലാം വിധത്തിൽ ഈ കേസിനെ സംബന്ധിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങണം എന്നുള്ള നിലയിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കുമെതിരെ ഭരണകൂടം പരിശ്രമിച്ചു പോകും. അപ്പോൾ തീർച്ചയായും അതിനെല്ലാം എതിരായിട്ടുള്ള ഒരു വിധിയായിട്ടാണ്. എന്തായാലും തൃപ്തികരമായ വിധി തന്നെയെന്നാണ് വിലയിരുത്തുന്നത്, അല്ലേ? പൂർണ്ണമായ തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും വധശിക്ഷ ആഗ്രഹിച്ചവരാണ്. പക്ഷേ നീതിന്യായ പീഠത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇരട്ട ജീവപര്യന്തം എന്നുള്ള ഒരു തരത്തിലേക്ക് വന്നപ്പോൾ ഭാഗികമായി തൃപ്തിയുണ്ട്. പിന്നെ ഗൂഢാലോചന കൃത്യമായി നമുക്കിപ്പോഴും തെളിയിക്കപ്പെടേണ്ടതായിട്ട് നിൽക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒത്തിരി നേതാക്കന്മാർ, ഇപ്പോൾ പ്രത്യേകിച്ചും VPP മുസ്തഫയുടെയൊക്കെ കൊലവിളി പ്രസംഗം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും പ്രതിപട്ടികയിൽ ഒരിടത്തും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു തരത്തിലുള്ള തുടരന്വേഷണം, യഥാർത്ഥ ഗൂഢാലോചകരെ, യഥാർത്ഥത്തിലുള്ള സംരക്ഷകരെ ഇനിയും കൂടുതൽ ശിക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പിടികൂടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലുള്ള ഒരു തുടരന്വേഷണം ആവശ്യമാണ് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഡീൻ കുര്യാക്കോസാണ് പ്രതികരിച്ച അദ്ദേഹം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ആ യൂത്ത് കോൺഗ്രസിൻ്റെ ആ സമയത്ത് ഒരു 1 മിനിറ്റ് പ്രതിഭ 1 മിനിറ്റ്. എങ്ങനെയാണ് നിങ്ങളുടെ തുടർന്ന് ഇതിപ്പോൾ വിധി വന്നിരിക്കുന്നു, ഒരു പരിധിവരെ വിധി തൃപ്തികരമാണെന്ന് പറയുന്നു. ഈ സംഭവം നടക്കുമ്പോൾ പ്രദീപ് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, അല്ലേ? എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ തുടർന്ന് പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? ഈ പ്രകടനമുണ്ടോ? ഒന്ന്, ശരത്ലാൽ, ഞാൻ ഈ കല്ലോട്ട് താമസം തുടങ്ങിയ കാലം മുതൽ എൻ്റെ കൂടെ ഉണ്ടായ 2 സഹപ്രവർത്തകരാണ് ശരത്ലാലും കൃപേഷും. മറ്റൊന്ന്, ശരത്ലാൽ എൻ്റെ കൈ കിടന്ന് മരിച്ചൊരു സഹപ്രവർത്തകനാണ്. മംഗലാപുരത്തേക്ക് രാത്രി കൊണ്ടുപോകുന്ന സമയത്ത് അവൻ്റെ അവസാന പടച്ചിൽ കാണേണ്ടി വന്ന ഏറ്റവും ദാരുണമായ രംഗം ഇപ്പോഴും മനസ്സിനകത്ത് പോകാത്തൊരു വികാരപരമായി ഏത് രാത്രിയിലും ഉറക്കം ഉണരുമ്പോൾ കാണുന്ന മനസ്സിനകത്ത് വരുന്നൊരു കാഴ്ചയും കാര്യങ്ങളുമാണ്. സ്വാഭാവികമായും നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ചതായിട്ടുള്ളൊരു വിധി വന്നു. ഒരു തൂക്കുകയറിലേക്ക് നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ പോലും ഇരട്ട ജീവപര്യന്തം എന്നുള്ളത് നമ്മൾ അത് തൃപ്തികരമായി കാണുകയാണ്. പക്ഷേ ഇനി കഴിഞ്ഞ ദിവസം വിധി വന്നപ്പോൾ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ CPMൻ്റെ മുൻ MLA, ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഒരു വ്യക്തി, ഒപ്പം ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായ K മണികണ്ഠൻ, ഈ കൊലപാതകം നടന്ന ശേഷം അതിനകത്ത് ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ട് പ്രതി ചേർത്തപ്പെട്ട ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇവർ മത്സരിക്കുന്നതും ഇവർക്ക് സ്ഥാനം കൊടുക്കുന്നതും. CPMനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കൊലപാതകികളെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് എക്കാലത്തും എടുത്തിട്ടുണ്ട്. അവർക്ക് ജനപ്രതിനിധിയാക്കാനും അവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരു ചോദ്യം, അതായത് ഇനി ഇതിൻ്റെ ആ വിധിക്ക് ശേഷം പ്രകടനം നടത്തുന്നുണ്ടോ, മറ്റെന്തെങ്കിലും പരിപാടി? ഇന്ന് സ്വാഭാവികമായും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പോലീസിൻ്റെയും അഭ്യർത്ഥന മാനിച്ച് കല്ലോട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒപ്പം എന്തായാലും ജില്ലയിലെ പല കേന്ദ്രങ്ങളായി ഇന്നത്തെ ഒരു ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടും പ്രത്യേകിച്ച് നമ്മളെ വഞ്ചിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉപ്പും ചോറും ഉണ്ട് വളർന്ന് നേതാവായി ഇതിൻ്റെ അകത്ത് എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി പാർട്ടിയെ വഞ്ചിച്ച് കടന്നുപോയി ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ചേർന്ന് നമ്മുടെ 2 ചെറുപ്പക്കാരെ കൊന്ന കൊലയാളികൾക്ക് വേണ്ടി കേസെടുത്ത് വാദിച്ച് പരാജയപ്പെട്ട CK ശ്രീധരനുണ്ട്. അപ്പോൾ അവർക്കോടലുള്ള സ്വാഭാവികമായ പ്രതിഷേധം ജില്ലയുടെ പല ഭാഗങ്ങളും പ്രകടിപ്പിക്കും.